അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹീലതി അദ്രിക്നി യാ റസൂലല്ലാ യാ ഹബീബല്ലാ. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. നല്ല കാര്യങ്ങൾ പറയുവാനും നല്ല കാര്യങ്ങൾ ചെയ്യുവാനും നന്മ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കി നല്ല മരണം സ്വീകരിക്കാനും സർവശക്തനായ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മൂന്ന് വിഭാഗം ആളുകളെ സഹായിക്കുക എന്നുള്ളത് അല്ലാഹു തആല ഉത്തരവാദിത്തമായി ഏറ്റെടുത്തു എന്ന് പറയുന്നൊരു കാര്യം. അള്ളാഹു എല്ലാവരെയും സഹായിക്കും. അവൻ്റെ അടിയമകളായ ആളുകളെ സഹായിച്ചു കൊണ്ടിരിക്കും അള്ളാഹു. കാരണം അള്ളാഹുവിൻ്റെ വിശേഷണം പറയുന്നത് റഹ്മാനാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ലോകത്ത് രണ്ട് ലോകമുണ്ടല്ലോ, ഈ ലോകവും പരലോകവും. അപ്പം ഈ ലോകത്ത് അള്ളാഹുവിനിക്ക് അനുസരിച്ചവനും അള്ളാഹുവിനിക്ക് എതിര് ചെയ്തവനും അവനിക്കൊക്കെയും ഈ രണ്ട് വിഭാഗം ആളുകൾക്കും നന്മ ചെയ്യും, ഗുണം ചെയ്യും. അതാണ് അള്ളാഹുവിൻ്റെ റഹ്മാൻ എന്ന് പറഞ്ഞ വിശേഷണത്തിൻ്റെ അർത്ഥം. റഹീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലോകത്ത് അള്ളാഹുവിനിക്ക് അനുസരിച്ച ആളുകൾക്ക് മാത്രം പരലോകത്ത് അള്ളാഹു നന്മ കൊടുക്കും, സ്വർഗം കൊടുക്കും, അവനിക്ക് പാപമോചനം കൊടുക്കും, അനുഗ്രഹങ്ങൾ ചെയ്യും. ഈ രണ്ട് വിശേഷണവും അള്ളാഹുവിനിക്കുള്ളതാണ്. അപ്പോൾ അള്ളാഹു അടിമയെ സഹായിക്കുക എന്നുള്ളത് അള്ളാഹു ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മളെയൊക്കെ അള്ളാഹു സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മൂന്ന് കൂട്ടം ആളുകളെ അള്ളാഹു തആല അള്ളാഹു പ്രയാസപ്പെടുത്തൂല. അവരുടെ കാര്യങ്ങളിലൊക്കെ അള്ളാഹു വലിയ സഹായം അവർക്ക് ചെയ്യും, കൂടുതൽ അവർക്ക് സഹായം അള്ളാഹു ചെയ്യും എന്നാണ് ഇതിൻ്റെ ഉദ്ദേശമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല മറ്റാർക്കും അള്ളാഹു സഹായം ചെയ്യൂല എന്ന് ഈ ഹദീസ് പറയുമ്പോൾ മനസ്സിലാക്കി പോകരുത്. മറ്റുള്ളവർക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സഹായം അള്ളാഹു ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സലാസത്തുൻ ഹഖ്കുൻ അലല്ലാഹി ഔനു. മൂന്ന് കൂട്ടം ആളുകൾ, ആ മൂന്ന് കൂട്ടം ആളുകളെ സഹായിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ മേൽ ബാധ്യതയാണോ? ഒന്നാമത് അൽ മുജാഹിദു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്നവൻ. ധർമ്മസമരം എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിലുള്ള സമരം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അവർക്ക് ജീവിക്കാൻ വേണ്ടി അവർ ശത്രുക്കളായ ആളുകളെ പ്രതിരോധിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആയുധപരമായും മറ്റുമൊക്കെ സമരങ്ങൾ നടത്തേണ്ടിയിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് ഒരു ആയുധം ഉപയോഗിച്ചുള്ള സമരം നമുക്ക് ഇന്ന് വേണ്ട. നമുക്ക് അങ്ങനത്തെ ഒരു സായുധ സമരത്തിൻ്റെ സാഹചര്യം അല്ല, അതിൻ്റെ ആവശ്യവും ഇല്ല. നമുക്കിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ സ്വന്തം ശരീരത്തോട് തന്നെ നമുക്ക് സമരം ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ട്? നമ്മെ തെറ്റിലേക്ക് എത്തിക്കുന്ന നമ്മുടെ ശരീരമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ദുർബോധനങ്ങൾക്ക് വഴങ്ങിയാണ് നമ്മൾ തെറ്റുകളിലേക്ക് പോവുകയും തെറ്റ് ചിന്തിക്കുകയും ചെയ്യുന്നത്. അതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം നടത്തുന്ന ഒരു രൂപം എന്ന് പറയുന്നത് വൈജ്ഞാനിക വിപ്ലവം സൃഷ്ടിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. അറിവ് പഠിക്കുക, പഠിപ്പിക്കുക, അതിന് നമ്മളാൽ കഴിയുന്ന
ഒരു സഹായം നമ്മൾ ചെയ്യുക. മൂന്നാമത്തെ കാര്യം വന്നാക്കിഹുല്ലദി യുരീദുൽ അഫാഫ, ദീനീ ചിട്ട ഉദ്ദേശിച്ചുകൊണ്ട് വിവാഹം ചെയ്ത ആളെ. ഇത് മൂന്നാമത്തെ ആളാണ്. രണ്ടാമത്തെ ആൾ വൽ മുക്കാത്തിബുല്ലദി യുരീദുൽ അദാ, അടിമക്കാലം ഉണ്ടായിരുന്നു ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ. ഇസ്ലാം വന്നപ്പോൾ അടിമ സമ്പ്രദായം മുഴുവനായി നിർത്തലാക്കി. അല്പാൽപ്പം അത് മുഴുവനായും അത് നിന്നുപോയൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ അടിമ സംവിധാനം എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഇതില്ല എന്നുള്ളതാണ്. ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കണമില്ല. ആ അടിമകൾ എന്ത് ചെയ്യും? അവരുടെ ഉടമസ്ഥൻ അവരോട് പറയും, ഇത്ര പണം, ഇത്ര സമ്പത്ത് നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങളെ ഞാൻ മോചിപ്പിക്കാമെന്ന് പറയുകയും, അങ്ങനെ ഈ ആൾ പുറത്തു പോയി ജോലി ചെയ്ത് കൊണ്ടുവന്ന് ഈ നിശ്ചിത പണം എത്തി അദ്ദേഹത്തിന് കൊടുത്താൽ, എൻ്റെ ഉടമക്കാരന് കൊടുത്താൽ അയാൾ മോചിതനായി, അടിമത്ത മോചനം നേടിയ ആളായി. നേരത്തെ ആൾ അടിമയായിരുന്നു. അടിമകൾക്ക് കുറേ കാര്യങ്ങൾ ഇസ്ലാം ഇളവ് കൊടുക്കുന്നുണ്ട്. അവർക്ക് പല ഇളവുകളും അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിച്ചിട്ടുണ്ട്. മോചനപത്രം എഴുതി ആ സംഖ്യ ഉടമക്കാരന് കൊടുത്താൽ അയാൾ സ്വതന്ത്രനായി. അപ്പോൾ അതിനു വേണ്ടി അയാൾക്ക് സമ്പത്ത് സ്വരൂപിക്കാനുള്ള ആ ഒരു പ്രയത്നത്തോടൊപ്പം അള്ളാഹുവിൻ്റെ വലിയൊരു സഹായം അവരിലുണ്ടാകും. മൂന്നാമത്തെ ആൾ മതചിട്ട ഉദ്ദേശിച്ച് അള്ളാഹുവിൻ്റെ തഖ്വ ആലോചിച്ച് മാത്രം വിവാഹം ചെയ്ത ഒരു പുരുഷൻ, സാമ്പത്തിക ഉദ്ദേശിച്ചില്ല, വധുവിൻ്റെ ജോലി ലക്ഷ്യമാക്കിയില്ല, അല്ലെങ്കിൽ വധുവിലൂടെ ലോകപ്രശസ്തി നേടുക എന്നുള്ളത് ഉദ്ദേശിച്ചില്ല, അള്ളാഹുവിനിക്ക് തഖ്വ ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ, അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന അർത്ഥത്തിൽ, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ള അർത്ഥത്തിൽ വിവാഹം ചെയ്ത ആ ഒരു വരനുണ്ടല്ലോ, അവനെ സഹായിക്കുക, അത് അള്ളാഹു ചെയ്തുകൊള്ളും എന്ന് പറഞ്ഞാൽ അള്ളാഹു അവനെ കൂടുതൽ സഹായിക്കുമെന്നർത്ഥം. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വാങ്കിയുൽ അയാമ മിൻകും വസ്വാലിഹീന മിൻ ഇബാദിക്കും വ ഇമാഇക്കും ഇൻ യകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലി വല്ലാഹു വാസിഉൻ അലീം. നിങ്ങൾ ദരിദ്രനാണോ? നിങ്ങൾ വിവാഹം കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അള്ളാഹു ഐശ്വര്യം തരും. അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഐശ്വര്യം തരും. അള്ളാഹു വിശാലത ചെയ്യുന്നവനാണ്. കാരണം വിവാഹം എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ തന്നെയാണ് അള്ളാഹുവിൻ്റെ ദീൻ നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളതും അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു ഹദീസിൽ കാണാം, 4 കാര്യത്തിന് വേണ്ടി വിവാഹം നടക്കുന്നുണ്ട്. ഒന്ന് സ്ത്രീൻ്റെ സൗന്ദര്യം, രണ്ടാമത് സ്ത്രീൻ്റെ തറവാട്, മൂന്നാമത് സ്ത്രീൻ്റെ സമ്പത്ത്. ഈ കാര്യങ്ങളൊക്കെ വിവാഹത്തിലൂടെ ഉണ്ടാകുന്നതാണ്. സമ്പത്ത്, സൗന്ദര്യം, തറവാട്, ദീനിച്ചിട്ട. ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞെന്താണെന്നറിയോ? ഫള്ഫർ ബിദാത്തി ദീൻ, ദീനുള്ള പെണ്ണിനെ കൊണ്ട് നീ വിജയം സമ്പാദിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ദീനി ചിട്ടയാണ് വിവാഹത്തിലൂടെ ലക്ഷ്യമാക്കേണ്ടത് എന്നാണല്ലോ ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ആളുകൾ അള്ളാഹു സഹായിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ, സ്വീകരിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. എല്ലാവരും ഇങ്ങനെയുള്ള അറിവുകളൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ എത്തിക്കണം. അള്ളാഹു സഹായിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.